നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് വീണ്ടും കസ്റ്റഡിയിലെടുത്ത പ്രതി ഡോക്ടർ റാമിനെ വീണ്ടും പോലീസ് വിട്ടയച്ചു. 2 ദിവസത്തിനകം ഹാജരാകണമെന്നാണ് നോട്ടീസ് നൽകിയ ശേഷം വിട്ടയക്കുമ്പോൾ പറയുന്നത്. കോടതി ജാമ്യം നൽകിയ ശേഷം പോലീസ് വീണ്ടും റാമിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നോട്ടീസ് നൽകാനായി കൂട്ടിക്കൊണ്ടുപോയതാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, വിചിത്ര വിശദീകരണമാണല്ലോ പോലീസിൻ്റേത്. ഇങ്ങനെയാണോ നോട്ടീസ് നൽകാൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരാളെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്? ഡോക്ടറിന് തീർച്ചയായിട്ടും വിചിത്രമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും പഴിയുമൊക്കെ കേട്ടതാണ്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ കോടതിയിൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ കേസിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണോ പോലീസ് ശ്രമിക്കുന്നത് എന്നുള്ള സംശയം പോലും തോന്നിപ്പോവുകയാണ്. ഇപ്പോഴെന്തായാലും നിതിൻ്റെ ഡോക്ടർ റാമിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം വിട്ടയച്ചു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും ഒരു വിവരം ലഭിക്കുന്നത്. നോട്ടീസ് നൽകിയതിന് ശേഷമാണ് റാമിനെ കുടുംബാംഗങ്ങളോടൊപ്പം വിട്ടയച്ചത്. 2 ദിവസത്തിനകം സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളതാണ് പ്രധാനമായും നോട്ടീസിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ വിശദീകരണമായി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ്. എന്നാൽ കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്, കോടതിയിൽ ഉൾപ്പെടെ നമ്മൾ ആ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്, അവിടെ നിന്നും പോലീസ് ജീപ്പിലേക്ക് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്ന് കുടുംബം പറയുന്നത് വലിച്ചിഴച്ച് തന്നെയാണ് കൊണ്ടുപോയത്. കുടുംബത്തോടൊപ്പം കോടതിയിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടയിലാണ് ഈ പോലീസ് സംഘം എത്തി ഈ ഡോക്ടർ റാമിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയത് എന്നുള്ളതാണ്. എന്തായാലും പോലീസിന് ഇതിനകത്ത് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഉൾപ്പെടെ കോടതിയെ ബോധിപ്പിക്കുന്നതിൽ പോലീസ് തികഞ്ഞ പരാജയമായി മാറി എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും കസ്റ്റഡിയിലെടുത്ത റാമിനെ വീണ്ടും പോലീസ് വിട്ടയച്ചു. നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണോ പോലീസ് വിളിച്ചുകൊണ്ടുപോകുന്നത്? എന്തായാലും വിചിത്രമായ കാര്യങ്ങൾ തന്നെ.